ഹായ് മന്ദസ്വാമിക്ക് എല്ലാവർക്കും സാധാ. അപ്പം ഞാൻ നെയ്റ്റ് പല്ലേപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഡാമ ലൈഫാണ്. ഏറ്റവും നല്ല ഉറക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ എന്താണെന്നൊക്കെ കാണാം. ഏട്ടാ എനിക്കുണ്ടാ അങ്ങനെ നോക്കിയ മുടിയൊക്കെ ഇങ്ങനെ കിടക്കണ വീഡിയോയില് വരുന്നുണ്ട് കേട്ടാ. എന്താ അങ്ങനെ പറഞ്ഞു വേഗം എനിക്ക് എന്താ എനിക്കൊക്കെ മഴ ഉണ്ട്, വെയിൽ വരും, മഴ പോവും, അങ്ങനെ മഴ പെയ്യും, വെയിൽ വരും, മഴ വരും പോവും. അപ്പൊ ഒന്ന് വെയിൽ ഉദിക്കും, പിന്നെ കുറച്ചിനെ മഴ പെയ്യും. വാ ഫുഡ് കഴിക്കണ്ടേ? എന്താ ഫുഡ് എന്നറിയോ? എന്താ ഫുഡ്? മൈദദോശ. മൈദദോശ എന്ന് അറിഞ്ഞ മാത്രമേ പോകത്തൊരു ചിരി വീഴും. അതെ, മൈദദോശ ഒരാളാണ്. അതാണെന്നറിഞ്ഞ വേഗം എനിക്ക് ഫുഡ് കഴിക്കും അല്ലേ? നോക്കി ബോഡി എല്ലാരും കാണും. കുഴപ്പമില്ലേ? മസിലൊക്കെ കാണട്ടെ. അയ്യട്ടാ മസില്. വാ എനിക്ക് ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോ അറിഞ്ഞാല് കേറി ഇതാ ഇവിടെ ജല്ല തുറക്കണ്. എന്താണ് ഏട്ടാ അങ്ങനെ? നിങ്ങൾ അഭിനയിച്ചല്ലേ? ഞാൻ എങ്ങനെയും പോവുണ്ട് ഏട്ടാ. സ്പെഷ്യൽ പ്ലേസിലൊക്കെ പോവാം. അതെവിടെ? താനിപ്പോ നല്ല അനുസരണ വിളിച്ച ഞാൻ ഇന്ന് അമ്മ വിളിക്കുമ്പോളേ കിച്ചൺ റൂമിൽ കട്ടില്ല അവിടുന്ന് വരണില്ല. അമ്മ വിളിക്കുമ്പോ അവിടുന്ന് എത്തിച്ചു നോക്ക് വരാട്ട്. ഇതിന്റെ ഇടയിൽ മുള്ളി വെച്ചാൽ അറിയില്ലല്ലോ. ഇതൊക്കെ മതി. കല്യാണൊക്കെ കഴിഞ്ഞില്ലേ? ഈ വെണ്ടിനൊന്നും കിട്ടാനില്ല. കല്യാണം കഴിയുന്നു പറഞ്ഞ് നിങ്ങൾ നടന്നാ മതി. ഞാനല്ല കാണണല്ലോ, ഞാൻ നിങ്ങളെല്ലാം കൊല്ലം കണ്ടു കഴിഞ്ഞാ പിന്നെന്താ പ്രശ്നം? കത്തിയൂല. ഇല്ല ഏട്ടാ, കത്തിയൂല. നല്ല ഭംഗിയുണ്ട് കൊമ്പ്. ഇരുത്താ ഞാൻ മുടിയൊക്കെ ഈരിച്ചതായിരിക്കും. ഭംഗിയില്ലെന്ന് പറഞ്ഞിട്ടാ മുടിയില വന്ന ആള് എന്താണ് എല്ലാ കാര്യം എടുക്ക്. ശ്രദ്ധിച്ചന്നെ എവിടെ പോയാലും ഞാൻ ക്യാമറയിട്ട് വരും. മനസ്സിലായ? സ്ഥിരം റൊട്ടീന്താ എന്താണ് ഏട്ടാ എങ്ങനെ ഓടണത്? ഒരു സ്ഥലത്തുനിന്ന് പല്ലേച്ചൂടെ? ഞാനൊക്കെ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്നിട്ടോ പല്ലേക്കുക. ഏട്ടനും ഇത് ഓടി കളിച്ചിട്ട് പല്ലേക്കുക. എന്തത്? മഴ ഇനി 5 ദിവസം മഴയാ. പേപ്പറിലുണ്ട്, പേപ്പറില്. ഇന്നിപ്പൊക്കെ പറയണതൊക്കെ സത്യമാവണ്ടിട്ടാ. ശരിയാണല്ലേ? അന്ന് വന്നല്ലേ? ഇപ്പൊ മഴന്ന് പറഞ്ഞ മഴയാണ്. ഇന്നലെ ഭാഗ്യത്തിന് കുറച്ച് വെയിലുണ്ടായപ്പോ എല്ലാം തുണികളും കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഉണക്കിണ്ട്. ഇന്നാലും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അല്ല എല്ലാം കഴുകി ഉണങ്ങാൻ കുറച്ചും കൂടി ഇല്ലേ? രണ്ടാമത്തത് ഇട്ട് 2 വട്ടമൊക്കെ കഴുകി. അപ്പൊ രണ്ടാമത്തെ ഇട്ടൊന്നും ഉണങ്ങിയിട്ടില്ല. മഴ വന്നു. ഇന്നലെ ഞങ്ങള് തുണി എടുത്തതും മഴ പെയ്തതും ഒരുമിച്ച് ഒക്കെ പോയാനെ. മേലിൽ നിന്ന് ഓടി കയറി എടുക്കാൻ എളുപ്പല്ല. ഒഴുക്കലും ഉണ്ട് അവിടെ. ഇതെന്ത് പോവാ? ഈ പൂവാണ്. എന്ത് അറിയില്ല. അത് ഭംഗിയുണ്ട്.
അമ്മ ഇവിടെ ഒരു മല്ലിയില ഇലകളാണ്ട ഫുള്ള് ഇലകളാണ്ട അല്ല ഇലയാണ്. നല്ല ചെടികളാണ്. അമ്മ മല്ലിയില നട്ടുണ്ട്. അത് പുതിനല്ലേ. മല്ലിയില ഇവിടെ എവിടെ നട്ടുണ്ട് അമ്മ. ആ കണ്ട നട്ടത് മുളച്ചു. കുഞ്ഞേതൊന്നും ഇഷ്ടല്ലേ നടാനൊന്നും? പൂക്കള് ചെടികള് അല്ല നടാക്ക് അത്ര അറിയില്ല. ചെടി നോക്കാനുള്ള അറിവില്ല. ചിലർക്ക് അതുണ്ടാവും. എനിക്ക് അത്ര അറിവില്ല. റോസാപ്പൂ പോലും നട്ടിട്ടില്ലേ? ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ വെട്ടികളയും വീട്ടുകാരൻ. അച്ചാച്ചൻ പറമ്പ് വൃത്തിയാക്കുമ്പോ അതൊക്കെ വെട്ടികളയും. സ്കൂളിൽ നിന്നൊക്കെ തയ്യ കിട്ടാറില്ല എനിക്ക്. അട്ടത്ത് എന്ത് ചെയ്യും? അടും എവിടാണ്? എന്തെങ്കിലും കായ്ച്ചു പൊന്തിട്ടുണ്ടാ? എന്തെങ്കിലും കായ്ച്ചു പൊന്തിട്ടുണ്ടാ? മാവന്റെ വീട്ടിലുണ്ട്. എത്ര മാങ്ങ ഉണ്ടായി. മൂവാണ്ട മാവ് ഞാൻ നട്ടതാ. സത്യം നാണല്ല. നാമത്തത് മൂവാണ്ടനാ. നല്ല മാങ്ങ. ഇവിടെ പിന്നെ ഇത്ര റോസാപ്പൂക്ക് നടുട്ടാ. പിന്നെ അച്ചാച്ചൻ പറമ്പ് വൃത്തിയാക്കാൻ ഒപ്പം മിറ്റത്തൊക്കെ പച്ചയായി. അച്ചാച്ചൻ അങ്ങനത്തെ ഒരു ഇതുണ്ട്. എല്ലാം വൃത്തിയാക്കും. ഏരിയ ഫുള്ള് കറ്റാർവാഴ നട്ടാ പോലും കറ്റാർവാഴ വൃത്തിയായി. ഉള്ളിലെ മറ്റേ വീണ്ടും ഉള്ളിലൊക്കെ മറ്റേ നടുവില്ലേ ഈ പ്ലാന്റ് ഒക്കെ പോലെ? ഉള്ളിലും വെക്കും. പിന്നെ ചെടികളൊക്കെ ഭംഗിയുള്ളത് വെള്ളമൊക്കെ ഒഴിച്ച് ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അതെ, ഞാൻ ചെറുപ്പത്തിലൊക്കെ ചെയ്യുമായിരുന്നത്. പിന്നെ നിർത്തി. ഇന്നാളൊരു കടലാസ് എവിടുന്നോ കൊടുത്തിട്ട് അമ്മ കണ്ട് ഏട്ടനോട് എത്ര കണ്ടപ്പോ നടാൻ പറഞ്ഞു. അത് ഞാൻ കണ്ടില്ലല്ലോ. കണ്ടണേ നട്ടാനേ. ഞാൻ സത്യങ്ങളൊക്കെ പറയില്ല. പറയണ സത്യങ്ങളൊക്കെ വിളിച്ചു. ചാമ്പക്കയിലും ചാമ്പക്കില്ല നട്ടത്. ഭയങ്കര ഐശ്വര്യ. ചാമ്പക്ക ഇപ്പൊ ഇല്ലാത്ത ഉണ്ടായിരുന്നല്ല. ഉണ്ടായിട്ട് ഏട്ടന്ന് തിന്നായി ഞാൻ ചാമ്പക്ക. എല്ലാം ഞാൻ നട്ട മാങ്ങ വന്നിട്ട് വെയിറ്റ് താങ്ങാണ്ട് കൊമ്പൊടുങ്ങി. ആ ടിക്ടോക്കിൽ ഇപ്പോഴും വീഡിയോ എടുക്കുന്നുണ്ട്. തള്ളല്ല ടിക്ടോക്കിൽ വീഡിയോ എടുക്കുന്നുണ്ട്. 2 ബക്കറ്റ് ടിക്ടോക്കില്ല നിർത്തിയില്ലേ? ടിക്ടോക്ക് ഗൾഫിലുള്ളവർക്കാണ്. കിട്ടോ? ദുബായിലൊക്കെ കിട്ടും. കിച്ചൺ കിട്ടൂല. കിച്ചൺ കിട്ടും. നമ്മളെ അവിടെ ചോദിച്ചാലോ? റീൽ കിട്ടൂലേ? അവിടെ ബാനല്ല. അല്ല പഴയതൊക്കെ കിട്ടൂലേ? അച്ഛനും കിട്ടൂല കിച്ചനും കിട്ടും. അത് ഐഡിയ ഓർമ്മയുണ്ടാ? എന്റെയാ? അപ്പൊ എന്തായാലും എടുക്കാം. ആ വീഡിയോ സത്യത്തിൽ ആഡ് ചെയ്താലോ? എന്റെ പക്ഷെ ഇത് പോയി. എന്റെ ഈ പറഞ്ഞ പോലെ ഇതല്ലടാ, ഹാക്ക് ചെയ്ത് പോയല്ലേ. കണ്ടോണ്ടിരിക്കല 0 ആയി പോയി ഫോളോവേഴ്സ്. എത്ര ഫോളോവേഴ്സ് അറിയോ? 27.1K. മഴ മഴ മഴ. എനിക്ക് തെറ്റിയില്ലേട്ടാ. ആണ് ഭയങ്കര മഴ. ഭയങ്കര മഴ. ചെറിയ മഴയ്ക്കാണ് കുഴപ്പമില്ല. ഭയങ്കര മഴയുണ്ട്. പച്ചക്കറി കഴിക്കാം. എനിക്ക് തോന്നുന്നു ഒരു മാസമായിട്ടുണ്ടാവും. നമുക്ക് മീൻ മാസമായിട്ടാ. മീൻ കഴിച്ചില്ല. ഭക്ഷണം ഉണ്ടായിരുന്നു.
ഇപ്പൊ ബീഫും ചിക്കനൊക്കെ എപ്പോഴെങ്കിലും കഴിക്കുന്നതാണ്. പിന്നെ ഇപ്പൊ പച്ചക്കറിയാണ് കേട്ടോ. പിന്നെ ബീഫ് വേണമെന്ന് വെച്ചതാണ്. പിന്നെ എനിക്ക് അങ്ങനെ കൂട്ടി കഴിക്കുന്നത്. എനിക്കും അങ്ങനെ കുഴപ്പമാണ്. ഒട്ടും പറ്റൂല. ബീഫ് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മഴ മാറുമ്പോ തോന്നണില്ല. ഭയങ്കര മഴ. ഭയങ്കര മഴ. ജെല്ല കുറച്ചിട്ട് വെയിൽ എടുക്കുമ്പോ അല്ലെങ്കിൽ സൗണ്ട് ഭയങ്കര സൗണ്ടില്ലേ? ഭയങ്കര മഴ. ഒരു രക്ഷയില്ല. ആ പുറത്ത് വൈകിട്ട് പുറത്ത് ആ ടൈമിൽ ഇല്ലാണ്ടിരുന്നാ മതി. ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ വൈകിട്ട് കറങ്ങാൻ പോണ പരിപാടി ഉണ്ട്. അപ്പോഴേക്കും മഴ മാറിയാൽ മതി. അല്ല ഞാൻ മഴക്കാലം പോവും. പണികളുണ്ട് കുറച്ച് വീട്ടിലുണ്ട്. അടിച്ചാലും തുറക്കണം. പണികളുണ്ട്. ഇന്നലെ നല്ല പണിയായിരുന്നു. മഴ ഉണ്ടായിരുന്നില്ല. ഇന്നലെ വെയിലല്ലേ? ഇന്നലെ ആയിരുന്നു പണി. ഉണക്കടല് കൊറേ എപ്പളാ ഫുഡ് കഴിച്ചേ? ഉച്ചക്കല്ലേ? കൊറേ തുണി അങ്ങോട്ട് ഇങ്ങോട്ട് ഉണക്കല്. അങ്ങനെ ഇങ്ങനെ അവിടുന്ന് ഇവിടെ കൊണ്ടിടുക. പിന്നെ കല്ലുമ്പോ കൊറേ തുണി കഴുകുന്നുണ്ടായിരുന്നു. മഴ കാരണം കല്ലുമ്പോ കഴുകാളൊന്നും പറ്റിയിരുന്നില്ല. അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്നലെ വെയിലിട്ട് അങ്ങനെ കൊറേ പണി ഉണ്ടായിരുന്നു ഇന്നലെ. ശരിക്കും പേടിച്ചു. പിന്നെ ഏട്ടനും കാറ് സർവീസിൽ കൊണ്ടുപോകാൻ കാറ് ഇതാക്കാൻ വാഷ് ചെയ്യാനൊക്കെ പോയി. അപ്പൊ അതും കുറെ നേരം പോയി. അന്നേരം ഫുള്ള് ചരക്ക് ദിവസമായിരുന്നു. ഇന്നലെ ഡ്രൈവറെ പിടിക്കണ്ടത്. ഫുള്ള് പണിയായോ? പിന്നെ പക്ഷെ അതിനിടയില് കൊണ്ടുപോകാൻ പറ്റാത്തതാണ് റിസ്ക്. അത്രയും വെയിൽ വന്നിട്ടേ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഫുള്ളലക്കാൻ. അലക്കിയതൊക്കെ കുറെ ഉണങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പുറത്തേക്ക് മഴ വരും നോക്കലായിരുന്നു മെയിൻ പ്രശ്നം. പെട്ടെന്ന് ഇഷ്ടം കൂടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പേടി ഇത്രയും ഉണക്കാട്ടിട്ട് മഴ പെയ്യൂന്ന്. പിന്നെ ട്രിപ്പ് പോയി വന്ന കൊറേ ഡ്രസ് കഴിഞ്ഞോണ്ട് ട്രിപ്പ് പോയി വന്നിട്ട് അത് മഴയത്ത് തന്നെ അലക്കിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴുകിയിട്ട് ഏട്ടന് ഇഷ്ടപ്പെട്ട കഴിയുമ്പോഴേക്കും മഴ വാട്ടിച്ചിട്ടുണ്ട്. അതെ അല്ല ഈ പുറം രാജ്യത്ത് അലക്കലും കഴുകണേ. അതുകൊണ്ടല്ല നമ്മൾ പുതിയ ഡ്രസ്സുകളൊക്കെ കേടാ വെച്ചിട്ട് വാഷിംഗ് മെഷീൻ ഇടാൻ. എനിക്കൊന്നും തോന്നില്ല. എല്ലാരും വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിയണ ആൾക്കാരെ. അത് ശരിയാണ്. എന്നാൽ നമ്മൾ മലയാളികൾ ഇങ്ങനെയല്ല. ആ ഒരു റൊട്ടീൻ ഉണ്ടാവും അല്ലേ? അലക്കല് വേണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിക്കുക. അലക്കല്ലേ വേണ്ട വാഷിംഗ് മെഷീൻ. അതന്നെയാണ്. മിക്സി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം മിക്സി പൊടിക്കാൻ വിചാരിക്കും. ഇല്ല, കല്ല് മറ്റേത് മാറ്റെന്താണ് ഇടിച്ച് പൊട്ടിക്കേണ്ട ഇടിച്ച് തന്നെ പൊട്ടിക്കും. വാഷിംഗ് മെഷീൻ വാങ്ങിക്കൂടെ പോയത്? വാഷിംഗ് മെഷീൻ വേണ്ടല്ലേ, കയ്യോണ്ട് കഴുകിയതാണ്. മലയാളി എന്താണ് ഏട്ടാ? മഴ ഒന്ന് കുറഞ്ഞപ്പോ ബീഫ് വാങ്ങിട്ട് വന്നു. എന്താണ് ഏട്ടാ ഇത്ര ഇഷ്ടമാണ് എനിക്ക് ബീഫ്? ബീഫ് ഇത്ര ഇഷ്ടാണോ? സാമ്പാറും എല്ലാ ദിവസവും സാമ്പാറൊന്നല്ല. ഇത് കാണുമ്പോ എല്ലാവരും വിചാരിക്കും ന്യൂസുകൾ തപ്പാന്ന്. അതല്ല, കാറിന്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പി പിടിക്കാന് അല്ലേ? ഒരു ന്യൂസ് പോലും വായിക്കില്ല ഏട്ടാ. കാറിന്റെ വല്ലതുണ്ടെങ്കിൽ അത് നോക്കൂ, വല്ല ഓഫർ ഉണ്ടോ നോക്കൂ. അതാണ് മെയിൻ പരിപാടി അല്ലേ? ഇല്ലേ ഇതിലുണ്ടാവൂ? ഓ, ഇത് കാറിന്റെ ഇല്ല ഏട്ടാ. അല്ലെങ്കിൽ എന്നും ബാക്കിലുണ്ടാവും കാറിന്റെ. ഞാനും ഏട്ടൻ്റെ തന്നെയാണ് കേട്ടാ കാറന്നെ നോക്കാറ്. കാറിന്റെ
ആരും റോഡ് ശരിയാക്കൂല, പൊളിച്ചിടാൻ മാത്രം അറിയുന്ന പണി ആർക്കറിയില്ല. ഇതുവരെ റോഡ് പണികളൊന്നും കഴിയില്ല, അങ്ങനെ ഇരിക്കും. സത്യം പറഞ്ഞ പുറത്തിറങ്ങാനുള്ള ഏറ്റവും മടിയതാണ്. മോൾവശമൊക്കെ അടിച്ചു വരാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പുണ്ട് ഇവിടെ ഒരാള്. ഏട്ട ഇവിടെ ഇരുന്നപ്പോ എനിക്കിരിക്കാൻ തോന്നി, എന്റെ പണി മുടക്കാൻ വേണ്ടിട്ട്. എന്താണ് ഏട്ടാ അങ്ങനെ എന്നെ സഹായിച്ചൂടെ? പുറത്തു നോക്കി ഇരിക്കണൊക്കെ ഇവിടെ ഇരിക്കാതെ രസല്ലേ. ഇന്നലെ ഞങ്ങളിവിടെ വന്നിരുന്നു, നേരത്തെ കടന്നല് വന്ന് പിടിച്ച് എടിയും കൂടിയിട്ടുണ്ടോ. കടന്നല് വന്ന് ഓടിച്ച് ഇന്നലെ നല്ല രസമായിരുന്നു മഴ പെയ്യുമ്പോൾ ഇവിടെ ഇരിക്കാൻ. ഇവിടെ കടിച്ചവരെ വൃത്തിയാക്കാൻ വന്ന് ഞാനാണ് ഇരിക്കണം. വൃത്തിയാക്കുക വൃത്തിയാക്കുന്നത് വിചാരിച്ചെന്നെ ചെയ്യുന്നത്. ഞാൻ വെറുതെ ഞാൻ ചെയ്യാം. എൻ്റെ കാലം ഉറുമ്പടിച്ച് എപ്പോഴുള്ള ഉറുമ്പ് ശാപം എനിക്ക് കിട്ടി. ഞാൻ എവിടെ ഇറങ്ങിയാലും എനിക്ക് ഉറുമ്പടിക്കട്ടെ, എന്തോ ശാപം പോലെയാണ്. പുല്ല് എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാവും. കാലെപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കാല് നോക്കലാണ് എൻ്റെ പണി. ഒരസുഖമില്ല. അയ്യോ എൻ്റെ ഫോണിൽ പോയി കാണാം. ഇങ്ങനെ പിടിക്കും ഞാൻ. എനിക്ക് അങ്ങോട്ട് നീട്ടി പിടിക്കാൻ പേടി. എൻ്റെ ഫോൺ വീണാലോ വെളുത്തു ചെയ്ത് അത് പറയാല്ലേ. ഞാനേട്ടാ അങ്ങോട്ട് വീഴുട്ട് എൻ്റെ ഫോണ്. അയ്യ എൻ്റെ കയ്യിൽ സാധനം പിടിക്കാൻ പറ്റൂല, ഫോൺ വീഴോ. എനിക്ക് പേടിയാ. മതി ഞാൻ എടുക്കുന്നത് ശരിയാണെന്ന് പറഞ്ഞിട്ട് കൂടെ ഒരാളെടുക്കും. വീഡിയോ എടുക്കാൻ പഠിപ്പിച്ചല്ലേ കൈ ഇത്ര ഈ ഒരു ആംഗിള് അവിടെ എത്തിയപ്പോ ഭയങ്കര വിളിച്ചു കറക്കണം ഇതുപോലെ പേരെടുക്കാനാ ഭയങ്കര വെയിറ്റാ. കാലുകൊണ്ട് തടഞ്ഞിട്ട് വിരിക്കാറേക്ക് വെയിറ്റ് താങ്ങും. അറ്റത്ത് പിടിക്കാൻ ആള് ഫോൺ വിളിച്ചിരിക്കണേ. എന്താണ് ഏട്ടാ അറ്റത്ത് പിടിക്കേ. എന്തൊക്കെ കഷ്ടപ്പാടാണ്. ഒരു കയ്യിൽ ഫോണ്, ഒരു കയ്യില് എന്റെ സൈഡ് ഏട്ടന്റെ സൈഡ്. ശരി പക്കയില്ലേ ഇതെങ്ങനെ കിടക്കണേ? കൊറേ സാധനങ്ങളുണ്ട്, പെട്ടെന്ന് ഒതുങ്ങി പോകുമ്പോൾ വൃത്തികേടാവും. അതാണ് അവസ്ഥ. എത്ര വൃത്തിയാക്കിയാലും എനിക്ക് ഭ്രാന്ത് പിടിക്കും. അതേട്ടാ എനിക്ക് ചീർപ്പ് ഉപയോഗിക്കാനൊക്കെ ഒരു സാധനം വേണം. വാള ഇടാൻ സ്റ്റാൻഡ് വേണം. ഓരോന്നായിട്ട് ചെയ്യണം. വാള ഞാൻ കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് എൻ്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നില്ല വാള ഇടുന്നത്. അതെവിടെ പോയി? ഇതിലുണ്ടാ തൊക്കിഞ്ഞടക്കി വെക്കാൻ പോകാണ്ട് കുഞ്ഞ് അല്ലേ? ഞാൻ തന്നെ വൃത്തിയാക്കും, ഞാൻ തന്നെ വൃത്തിയാക്കും. ആ ടൈമില് എന്ത് ചെയ്യുന്നറിയോ? ഇതിങ്ങടക്കുണ്ടാവും. അധികം സാധനം വേണ്ട എനിക്ക്. അതിലൊക്കെ ഷഡ്യ ഷെഡൊന്നല്ല, ടിഷ്യൂ ഇങ്ങനെ പറയണേ. അതിന്റെ ടിഷ്യൂ സാധനങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് എന്റെ പ്രൊഡക്റ്റുകളൊക്കെ എന്താണെന്നറിയോ? പ്രൊഡക്റ്റാ നമുക്കത് വേറെ വീഡിയോ ചെയ്താ പോലെ ചോദിച്ചറിയാത്ത കാരണല്ലേ. ഇപ്പൊ തന്നെ വേണോട് അത് ദാറ്റിക്കല്ലേ. അതിന് പകുതി സാധനങ്ങളുടെ പേരിലാട്ടോ ഇതിലാ. അത് ടൂർ പോകുമ്പോ അതില്
അതിലെടുത്തിടും. ഇതെന്താന്നറിയോ? അതറിയാ, എന്താ? അത് ഞാൻ തേക്കണല്ലേ. അത് ലാക്മിയുടെ മോയ്സ്ചറൈസിംഗ് ക്രീം. എന്നോട് ഇത്രയും കാര്യങ്ങൾ നോക്കുന്നത് എന്റെ അടുത്ത് ബ്യൂട്ടി പ്രൊഡക്റ്റ് ഇതിനേക്കാൾ കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എത്ര 9 കൂടുതൽ യൂസല്ലേ? എന്തത് എന്തൊക്കെയാണ് എനിക്ക് ഞാൻ വാങ്ങിട്ട് ഇട്ടിട്ടില്ലല്ലേ? ഇട്ടിട്ടില്ലതൊന്നും. അന്ന് കല്യാണത്തിന് വേണ്ടി വാങ്ങി. ഈ കമ്മല് കളയാ, ഇത് കളർ പോയി. അത് കളഞ്ഞോ? കളയണ്ടൊക്കെ മാറ്റി വയ്ക്ക്. ആദ്യമൊക്കെ കത്തിമിക്കട്ടെ, പണിയുണ്ട്. പിന്നെ കൊറേ പണിയുണ്ട്. ആ ഒക്കെ കയറായാ ബോഡി ലോഷൻ മുകളിൽ നിന്ന് എടുക്കാം. എന്താണ് സഹായിച്ചൊന്നൂടെ? അപ്പൊ ഞാൻ സഹായിക്കാൻ പോവാ. യെസ്. ഇതെന്റെ ഹോട്ടലിൽ അടിക്കണേ. എന്താല്ലേ നല്ല ഹോട്ടല്. പണ്ടത്തെ എനിക്ക് പേഴ്സില്ല അടുത്ത് വെക്കാൻ. ബാഗുള്ളൂ. ബാഗിലിട്ട് കാണും കൂടിയില്ല. ചാക്ക് പോലെയാണ് അല്ലേ? മേക്കപ്പിന്റെ സാധനങ്ങളാണ്. എന്തോരം മേക്കപ്പ് സാധനം. ഇത് ഏട്ടനുണ്ടാവും. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പോലെ അല്ല ഏട്ടന് യൂസ് ചെയ്യുന്നത്. സത്യം പറയാത്ത ഞാൻ എല്ലാരും ആകെ യൂസ് ചെയ്യണേ സൺക്രീം. ഞാൻ മുഖത്തിന്റെ മോയ്സ്ചറൈസർ ഫൗണ്ടേഷൻ മാത്രം. ഏട്ടൻ മോയ്സ്ചറൈസർ ഇടും, സൺക്രീം ഇടും, അതിന്റെ പേര് ഫെയർലോലി ഇടും. അല്ലേ? സത്യം പറയും. ചില ടൈമിലല്ലേ? ചില ടൈമിലൊന്നല്ലേ, എപ്പോഴും അങ്ങനെയില്ല. യെസ്, വൃത്തിയാക്കാം. എന്തൊക്കെയാണ് എണ്ണ അറിയാന്നല്ലോ പറഞ്ഞു. നമുക്ക് ചോദിച്ചോക്കാം. ഇതൊക്കെ എത്ര കണ്ടേക്കണം? എത്ര കണ്ടിരിക്കുന്നത്? പിന്നെ ഇതെന്താ? ബ്ലെൻഡർ. എന്ത്? ബ്ലെൻഡർ. ബ്ലഷ്. ബ്ലഷ്. ബ്ലഷ് അത് ഇതെന്തിനു യൂസ് ചെയ്യണമെന്ന് പറയാം. ഇവിടെ നമ്മുടെ ഫേസിൽ ഇവിടെ റെഡ് കളർ കൊടുക്കാൻ വേണ്ടിട്ടാണ്. റെഡ് കൊടുക്കാൻ വേണ്ടിട്ട്. ഇതിപ്പോ എല്ലാവർക്കും അറിയുന്ന സാധനമായിട്ടാണ് അറിയാത്തത്. അല്ല, പിള്ളേർക്ക് അറിയണ്ടാവില്ലേ? നമുക്കൊക്കെ അറിയാം. എനിക്ക് പിന്നെ ഇതെന്താ? ബ്രഷ്. ബ്ലഷ്. ഇതോ കൺസീലർ. കൺസീലർ. അത് ചെറിയ കൺസീലർ ആണ് കേട്ടോ. ഏട്ടന് അറിയില്ല. അപ്പൊ ഏട്ടന് അറിയാത്താണ് കൂടുതല്. ഇതെന്താ? അത് ഫൗണ്ടേഷൻ. ആ, ഫൗണ്ടേഷൻ. അത് ഞാൻ യൂസ് ചെയ്യുന്ന സാധനമായിട്ട് ഏട്ടൻ അറിയുന്നുണ്ടാ. പിന്നെ എല്ലാരും എന്നോട് ചോദിക്കുന്നത് എന്തൊക്കെയാ ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നത്. ഒരു ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ഷുഗറിന്റെ ആണ് കേട്ടോ. ഷുഗറിന്റെ 07 എന്നാണ് ഷെയ്ഡ് നമ്പർ കേട്ടാ. 07. നല്ല ഷെയ്ഡാണ്. ഇങ്ങനത്തെ ഒരു ടൈപ്പ്. വ്യത്യസ്തമായ സ്കിന്നുകൾക്ക് ഓരോ ഷെയ്ഡാണ്. പക്ഷെ ഷുഗറിന്റെ ഫൗണ്ടേഷൻ നല്ലതാണ്. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഫേസിനുള്ള ഷെയ്ഡ് വെച്ച് കഴിഞ്ഞാൽ നല്ലത് കിട്ടും. ഷുഗറിന്റെ ഫൗണ്ടേഷൻ അല്ല, കുറെ നേരം ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെന്താണ്? പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഫോറെവറിന്റെ 52 എന്നാണ് പേരിട്ട. ഫോറെവർ 52 ഡെയിലി ലൈഫ് എന്നാണ് യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ കൂടുതൽ ഇടാറ്. മിൽക്ക് കേക്ക് ഷെയ്ഡിന്റെ BUF003. ഇത് നല്ലതാണ്, നല്ല ഫൗണ്ടേഷൻ. ഇതും കുറെ നേരം ലോങ് ലാസ്റ്റിംഗ്. എനിക്ക് തോന്നുന്നത് ഇതിനെക്കാട്ടും കൂടുതൽ ലോങ് ലാസ്റ്റ് ഇതാണ് അല്ലെ? ഷുഗറിന്റെ കാട്ടും ഇതാണ്. ഇത് പിന്നെ ഓരോരുത്തരുടെ ഷെയ്ഡിനനുസരിച്ച് ചോദിച്ചാൽ മതി. നല്ല ഫൗണ്ടേഷൻ ആണ്.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ആകെ യൂസ് ചെയ്യണത് ഈ ഫൗണ്ടേഷൻ മാത്രം. കൺസീലർ എപ്പോഴെങ്കിലും വല്ല വെഡിങ്ങോ അങ്ങനത്തെ വല്ല പരിപാടിക്ക് പോകുമ്പോൾ മാത്രം നമ്മുടെ ഇവിടുത്തെ കുരുക്കളൊക്കെ കളറൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി ചില സമയത്ത് യൂസ് ചെയ്യും, അല്ലെങ്കിൽ യൂസ് ചെയ്തൊന്നുമില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ മോയ്സ്ചറൈസർ ആണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടന് യൂസ് ചെയ്യാൻ കേട്ടാ. ഞങ്ങൾ എന്താണ് വിറ്റാമിൻ ഇ ആണ് കേട്ടാ. നല്ല മോയ്സ്ചറൈസർ ആണ്, ഫിനിഷിംഗ് ആണ്. ഇപ്പൊ കഴിയാറ് ഞാൻ അടുത്ത് വാങ്ങും. പിന്നെ യൂസ് ചെയ്യാറ് ലാക്മിയുടെ തന്നെ സൺക്രീമാണ്. ഇതിപ്പോ ലാക്മിയുടെ പ്രൊമോഷൻ പോലെ അതുകൊണ്ടല്ല, നല്ല പ്രൊഡക്റ്റ് ആയിട്ട് പറഞ്ഞാണ് ലാക്മിയുടെ സൺക്രീം ആണ്. ഇപ്പൊ ഒരെണ്ണം യൂസ് ചെയ്ത് രണ്ടാമത്തെ വാങ്ങി. ഇതിന് കുറച്ചുകൂടി ഉണ്ട്. നാലാമത്തെ ആണ്. ഭയങ്കര നല്ല സൺക്രീമാണ്. ഭയങ്കര മുഖത്തിന് നല്ല ഫിനിഷിങ് അതിട്ട് കഴിഞ്ഞാൽ. പ്ലം യൂസ് ചെയ്തിരുന്നു. അത് നല്ലത് തന്നെയാണ്. പക്ഷെ ഏട്ടന് അത്ര ഫിനിഷിങ് തോന്നുന്നില്ല. പിന്നെ നമ്മള് വയനാട് പോയപ്പോ അത് അവിടെ വെച്ചിട്ട് പോയിരുന്നു. അവിടെ റൂമിൽ വെച്ചിട്ട് പോകുന്നു. അത് വല്ല ആരാധനയ്ക്കും കിട്ടിയിട്ടുണ്ടാവും. നമ്മളവിടെ വെച്ചിട്ട് മറന്നതാണ് കേട്ടാ. ഇതൊന്നും ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് അല്ല കേട്ടാ. ഇതൊന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഭയങ്കര റെഡാണ്. മാസിന്റെ എന്തോ ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര റെഡാണ്. യൂസ് ചെയ്യാറില്ല. വേണമെങ്കിൽ നല്ല സാരി ഒക്കെ എടുക്കുമ്പോ ഞാൻ യൂസ് ചെയ്യാം. ഇത് പിന്നെ സ്റ്റുഡിയോ എന്ന് വാങ്ങിയ നമ്മളെ ലൈറ്റ് ഷെയ്ഡിന്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന കുറവാണ്. ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. സ്റ്റുഡിയോ എന്ന് വാങ്ങിയതായോണ്ട് ഭയങ്കര ഡ്രൈനെസ്സാണ്. കുഴപ്പമില്ല. പിന്നെ എനിക്ക് എന്തൊക്കെ വാങ്ങിയാലും ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് മാറില്ല. ഡാസ്ലെക്സിന്റെ DLC003 ആണ് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ്. എല്ലാരും ചോദിക്കാറുണ്ട് കേട്ടാ. ഇതാണ്. ഇതിനധികം റേറ്റ് ഒന്നും എനിക്ക് തോന്നുന്നു 200 രൂപയുള്ള 200 രൂപയുള്ളൂ. പക്ഷെ നല്ല ലിപ്സ്റ്റിക് ആണ്. എനിക്ക് കുറെ നേരം ലോങ് ലാസ്റ്റ് ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ ഞാന് ലിപ്സ്റ്റിക് ഒക്കെ ശ്രദ്ധിച്ച് നടക്കണ ആളാണ്. വേഗം ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും ലിപ്സ്റ്റിക്. എനിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാറുണ്ട്. പൊതുവെ അധികം ലോങ് ലാസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. പക്ഷെ നല്ല ഷെയ്ഡാണിത്. പിന്നെ എന്താ വെച്ചാൽ അധികമൊന്നും ഇല്ല. പിന്നെ കുറെ തീർക്കുന്ന സാധനങ്ങളാണ്. അത് ഒരു കോംബോ സെറ്റ് ആയിട്ട് ഇങ്ങനെ എത്ര 5 ആളാണ് കിട്ടിയതാണ്. കുറെ ഉണ്ടായിരുന്നു. അതാണ് കേട്ടോ. പിന്നെ പക്ഷെ ഇതിന് ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ഇത് രണ്ടു മാത്രമാണ്. എപ്പോഴും നമ്മൾ ഇത്രയും ഗ്യാപ്പുള്ള ചീർപ്പ് യൂസ് ചെയ്യുമ്പോ ഹെയർ കൊഴിയുന്നത് കുറച്ച് കുറയും. പിന്നെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ പിന്നെ അതിനെ കൂടെ കോംബോ കിട്ടിയെന്ന് മാത്രം അല്ലേ. ഏട്ടനും ഇതേപോലത്തെ ചീർപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ പിന്നെ മുന്നേ മുളയിൽ ഉണ്ടായിരുന്ന ചീർപ്പുകളാണ്. ഏട്ടന്റെ ഇത് എന്റെ ഗ്രീൻ ആയിരുന്നു. പിന്നെ കുറെ സ്പ്രേകളുണ്ട്. പിന്നെ ഇതൊക്കെ കുറെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതൊക്കെ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് ഇതില്. പിന്നെ ഫെയർലൂലി ഇത് നമ്മുടെ മെയിൻ ആണ് കേട്ടാ. ഞാനെനിക്ക് ഒന്ന് ചെറുപ്പം തൊട്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്ത സാധനം ഫെയർലൂലി തന്നെയാണ്. എനിക്ക് ഫെയർലൂലി ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഏട്ടന് ഇഷ്ടമായിരുന്നില്ലേ. ഞാൻ അവിടെ വരുന്ന യൂസ് ചെയ്തേ ഇല്ല. ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ തീരെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ല. പിന്നെ യൂസ് ചെയ്തിട്ട് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ, ഇപ്പൊ നല്ല ഇഷ്ടമാണ്. ഇപ്പൊ ഏട്ടൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് സംശയം. അപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ. എന്താ ചെയ്യാ ആവശ്യമില്ല. ഇത് നമ്മുടെ സ്റ്റുഡിയോ ഒന്ന് വെറുതെ വാങ്ങിയത് സ്പ്രേ ആണ്. യൂസ് ചെയ്യാതെ ഇല്ല. അത് വെറുതെ ഒന്ന് ആ സമയത്ത് വെറുതെ ബാഗിൽ ഇടാനായിട്ടൊന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ സെറം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് ഞാൻ എന്താണ് ഇതിന്റെ ഇങ്ങനെ അമർത്തുന്ന ഒരു സാധനം ഉണ്ട്. അത് കൊണ്ട് കളഞ്ഞ് ഇപ്പൊ തുറന്ന് കയ്യിൽ വെച്ച് തേക്കേണ്ട അവസ്ഥയാണ്. അതാണ് ഇതിന്റെ പ്രശ്നം. ഞാൻ തന്നെ കൊണ്ട് കളഞ്ഞതാ. പിന്നെ ഇതില് മിക്ക സാധനങ്ങളൊക്കെ മിക്കത് എന്റെ ബാഗിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. എന്നിട്ട് ട്രിപ്പ് പോകാൻ എപ്പോഴും ബാഗിലേക്ക്. പിന്നെ ബ്ലാക്ക് പൊട്ട് ഇതെന്താ അറിയോ? ഇത് മറ്റേ കളയണത് എന്താ അറിയാട്ടാ. പിന്നെ ഈ ഐലൻഡർ ഞാൻ വെറുതെ വാങ്ങി വെച്ചു. യൂസ് ചെയ്തിട്ട് പോലും ഇല്ല. എനിക്ക് ഒറ്റ വരച്ചു നോക്കിയപ്പോഴേ ഭയങ്കര കട്ടി വരച്ചത് കണ്ട. ഞാൻ എന്താണോ ഭയങ്കര കട്ടി വരയ്ക്കണത്. അപ്പൊ വൃത്തിയാണല്ല. അല്ലെങ്കിൽ എനിക്ക് കണ്ണെഴുതാൻ വലിയ അറിവൊന്നുമില്ല.
ഇതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോ പിന്നെയും കുഴപ്പമില്ല, പിന്നെ വൃത്തിയില്ല. ഇത് പക്ഷേ എത്ര നമ്മൾ പറയാൻ തെറ്റിയാലും ഭയങ്കര പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വല്ല മോയിസ്ചറൈസർ ക്രീം ഒക്കെ തേച്ച് വേണം കളയാൻ. പിന്നെ കഴുകിയാൽ അത് പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യണ്ട്, നമ്മളിപ്പോ കണ്ണ് എഴുതിട്ട് പുറത്തൊരു കണ്ണൊക്കെ തിരുമ്പാലും പരക്കില്ല, അങ്ങനത്തെ ഒരു ഗുണുണ്ട്. ഇത് ഞാൻ ഫ്രണ്ട്സ് വാങ്ങിയതാണ് കേട്ടാ. ഇത് നല്ലൊരു ഐലൈനർ. പക്ഷെ ഇതില് കണ്ടാൽ നമ്മൾ വിചാരിക്കും ആകെ ഇത്രയൊക്കെ ഉള്ളൂ, കുറച്ചുള്ളൂ തോന്നുന്നു. പക്ഷെ കൊറേ ഉണ്ട്, എത്രയോ നാളെ ഞാൻ യൂസ് ചെയ്യുന്നു, കൊറേ ഉണ്ട്. പിന്നെ കൊറേ ഹെയർ റിമൂവർ, ബ്ലേഡുകള്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ബ്യൂട്ടി ബ്ലെൻഡർ മൂന്നെണ്ണുണ്ട്. അതിലിനി ഇത് കളയണം, ഇത് കേടായി. ഇത് പിന്നെ നെയിൽ പോളിഷ് അധികമൊന്നുമില്ല, ഞാൻ യൂസ് ചെയ്യുന്നത് 3 മാത്രമേ ഉള്ളൂ. മെറൂണ്, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് പോലത്തെ ഒരു, പിന്നെ ഇതൊരു ക്രീം കൊടുത്ത് ലിപ്പം. അത് ഏട്ടന് ഇഷ്ടമല്ലല്ലോ, ഒരു നെയ്യിന്റെ സ്മെല്ല് പോലത്തെ. ഏട്ടന് ഇഷ്ടമല്ലാത്ത എന്താണ് ഇതിലൊക്കെ മണക്കാറുണ്ട്. ഏട്ടന് മണക്കാൻ അതങ്ങനെയാണ്. ലാക്മിയിലല്ല, അതൊരു സ്മെല്ലാണോ? ഇത് നല്ല സ്മെല്ലാണ്. പിന്നെ ഇതൊക്കെ ഒതുക്കട്ടെ. അല്ല, ആരെന്റെ പ്രോഡക്റ്റ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വൃത്തിയാക്കണതിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളോട്ടെ. ഇനി പ്രോഡക്റ്റ് മാത്രമായി കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടാം. അതിന് മേക്കപ്പ് കൂടി ആഡ് ചെയ്തെടുക്കുക. അതിന് മുഖം കാണാണ്ടതിന് മോക്കുരാണ്, ആരൊക്കെയോ മോഹിക്കുന്നുണ്ട്, അതൊക്കെ മനസ്സിലായി. കളിയാക്കണതല്ല, മോക്കുരൊക്കെ തിരക്കിലൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ കല്യാണത്തിന് വാങ്ങി നോക്കും. ഇത് ഞാൻ ഇട്ടിട്ടില്ല. അന്ന് ഞാൻ ഇടാൻ മറന്നു, സത്യം പറഞ്ഞ. ഇതിന് എത്ര 68 രൂപയോ, ഭയങ്കര വിലയെന്നാ. ഞാൻ അന്ന് നോക്കാൻ അന്ന് റൈറ്റ് നോക്കി എടുക്കൂലായിരുന്നു. ഒരു വെറും 68 രൂപയാ. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എവിടുന്ന് എറണാകുളത്ത് നമ്മൾ വാങ്ങിയത്. പിന്നെ ചേട്ടാ അത് കമ്മലുകളും മാലകളും ചേട്ടാ, വേറെ ഒന്നുമില്ല. പിന്നെ പാസൽ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ഇത് കല്യാണത്തിനിട്ട പാസലാണ്, ബ്രാഹ്മണ ലുക്കിൽ. ഇത്രയൊക്കെ ഉള്ളു. ഇനി ഇത് ഒതുക്കട്ടെ, ഞാൻ വർക്ക് ചെയ്യാൻ പോവാ. ഏട്ടനെ എഡിറ്റ് ചെയ്തു. ഞാൻ ഒതുക്കാൻ പോട്ടെ. ലൈറ്റ് ഇട്ടിട്ടല്ലേ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അല്ല, അടക്കിച്ച് കാണിച്ചോടത്തെ. അതെ, ഇടാതെ സ്ഥലം വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങള് വാങ്ങണം. ബാക്കിയൊക്കെ അടക്കിച്ച്. ഓക്കെ, ഫുഡ് അടിക്കാൻ പോവാ. ഫുഡ് അടിച്ചാൽ തുണി മറക്കാണ്ട്. ഹീറോ പുത്തപ്പനായല്ല. കുളിപ്പിച്ച് മഴയൊക്കെ കഴിഞ്ഞിട്ടൊന്നുമല്ല, വരും. നല്ല മഴക്കാറുണ്ട്. നമ്മള് റെഡിയൊക്കെ ആയിട്ട് ഇനി പുറത്തേക്കൊന്ന് പോവാന്ന് വെച്ചിട്ട്. ഇപ്പൊ മഴയില്ല എന്തായാലും, പക്ഷെ ഞങ്ങൾ ഇറങ്ങുമ്പോ സ്വാഭാവികം മഴ പെയ്യും. അത് സാധാരണ ഉള്ള ശീലമാണല്ലോ. അപ്പൊ ഞങ്ങള്
ജസ്റ്റ് നോക്കി ഇപ്പൊ സമയത്ര 5 മണിക്ക് തോന്നുന്നു കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് പറഞ്ഞത് പോവാ. അപ്പൊ നമ്മൾ ഇറങ്ങിട്ടാ. ഇപ്പൊ മഴ പെയ്യാൻ സാധ്യതയുണ്ടല്ലോ. നല്ല ഇഷ്ടമായിട്ടാ ഇറങ്ങാൻ ചേട്ടായി. എന്താ ഇഷ്ടമാണ് നോക്കി. ഇപ്പൊ മഴ പെയ്യും. ഈ മാസം ഫുള്ള് മഴയാണ്. ഞാൻ പ്രത്യേകിച്ച് ഈ മാസം നല്ല നമ്മള് ഏത് മാസം പുറത്തിറങ്ങിയാലും മഴ പെയ്യും. ശരിയാട്ടാ. ഞങ്ങൾക്ക് ശാപം ഉണ്ടെന്ന് തോന്നുന്നു. മഴശാപം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല മഴ. എളുപ്പമല്ല ഈ പുറത്ത് പോകുമ്പോഴേ നനയും ആകെ. ഇറങ്ങാനും പറ്റില്ല ഒരു സ്ഥലത്ത്. കുണ്ടും കുഴിയും നമ്മളെങ്ങടെ പോണേ? കൊട്ടപ്പുറം പോവാം. അല്ലെങ്കിൽ വേറെ ഇവിടെ സംഭരിച്ചിട്ടുണ്ട്. എന്തൊക്കെയുണ്ടെന്ന് പറയണ്ട. അപ്പൊ അവിടേക്കൊക്കെ പോവാം അല്ലേ? പോണ വഴിയിലുള്ള കാഴ്ചകളാണ്. നമ്മളിപ്പോ എവിടെ എത്തി? എനിക്ക് സ്ഥലത്തിന്റെ പേര് അറിയില്ല, പറയൂ. ഇത് നമ്മളുടെ പോഴങ്കാവ് എസംപുരം സൈഡ്. എന്താലേ കുറച്ചേരം കേറി റൂട്ടിക്ക് എത്തുവോ? ആൾക്കാരൊക്കെ എന്തായാലും കാണാൻ വന്നിട്ടാ. അപ്പൊ എന്താ ചേട്ടാ? സൂഞ്ചി എന്തൊരു മഴയാണ് ഈ കേരളത്തിൽ. ഭയങ്കര മഴ കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ നിന്നത് മഴ പെയ്യുന്നതാണ്ട് മനസ്സിലായിട്ട് ഇറങ്ങിയില്ല. ആൾക്കാരൊക്കെ ഇപ്പൊ പൂട്ടാ. എന്തോരം പേരായിരുന്നു അവിടെ നമ്മൾ വരുമ്പോ നിന്നായിരുന്നു. ഇപ്പൊ എല്ലാരും പോയിണ്ടാവും. ആൾക്കാരെല്ലാരും പോയി തുടങ്ങി. ഭയങ്കര മഴ കേട്ടോ. അത് ഭയങ്കര വെള്ളം നല്ല രസമുണ്ടായിരുന്ന സ്ഥലമാണ്. സംസാരിച്ചേ എനിക്കറിയില്ല. അയ്യോ ഒരാളും വെച്ച് വീണ് എടുക്കണോ? എന്ത് മഴയാണ്. എനിക്ക് അങ്ങനെ പറയാൻ അറിയണ. എന്ത് മഴയാ. എല്ലാരും നനയാണ്ട് എവിടെയെങ്കിലൊക്കെ കേറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കട്ടാ. പുറത്താണെങ്കിൽ നല്ല മഴയും അകത്തിരുന്ന് ഐസ്ക്രീം കഴിക്കുക. അതാണ് നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ടാ. സൂപ്പർ മാർക്കറ്റൊക്കെ കയറാണ്ടായിരുന്നതുകൊണ്ട് എത്തുമ്പോൾ ഒരു 8 മണിയായില്ലേ? 8 മണിയൊക്കെ ആയിട്ടാ. അപ്പൊ നമ്മള് പോവാൻ കാരണം പെട്ടെന്ന് പോകാനും തുണി മടക്കിണ്ടായിരുന്നില്ല. അപ്പോൾ വന്നു. ഇതാണ് നമ്മൾ അടുത്ത പണിക്ക് തുടങ്ങി. കുറച്ച് തുണികൾ മടക്കി വെക്കാണ്ട്. അതൊക്കെ മടക്കി കഴിഞ്ഞ് പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. മഴ ഭയങ്കര മഴയാണ്. ഒരു രക്ഷയില്ല. മഴ എപ്പോഴും കോട്ടപ്പുറത്ത് മാത്രം മഴയില്ലാണ്ടൊന്ന് കറങ്ങിട്ട് വരാൻ പറ്റി. ബാക്കിയൊക്കെ കണക്കാണ്. ഇപ്പൊ നിക്കാത്ത മഴയാണ്. ഇന്ന് പേപ്പറിലുണ്ടെന്ന് പറയുന്നുണ്ട് 5 ദിവസം മഴയാണ്. എന്ത് ചെയ്യാം? ഉണങ്ങി കിട്ടൂല. തുണികൾ ഉണങ്ങി കഴിഞ്ഞ് ഇതാണ് അവസ്ഥ. ഒറ്റയടിക്കൊക്കെ കൂടി ഉണങ്ങും. അപ്പൊ ഒക്കെ ഒറ്റയടിക്ക് മടക്കേണ്ട അവസ്ഥ കിട്ടാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുമിച്ചൊക്കെ ചെയ്യുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ ഉണ്ടാവുമ്പോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. ഇന്നലെ പിന്നെ അലക്കണ ഒരു ടൈം ഫുള്ള് പോകും. ഉണക്കലുമായിട്ട് തന്നെ ഇന്നലത്തെ ദിവസം 13 പോയി. അത്രയും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണക്കിയെടുക്കാനായിരുന്നു. ഒന്നും അകത്തിട്ട് ഈർപ്പം ഉണ്ടായിരുന്നു.
അതൊക്കെ പുറത്ത് നല്ല വെയിൽ കൊള്ളിക്കലും എടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇടും, കുറച്ച് നേരം കഴിയുമ്പോഴേക്കും മഴ വരും, അപ്പോൾ നമ്മൾ പിന്നെയും എടുക്കും, അങ്ങനെയൊക്കെ ഉണക്കി എടുത്തുന്നല്ല. അപ്പം അങ്ങനെ ഇനി ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. അപ്പം തന്നെ 8-9 ഇപ്പൊ തന്നെ 8:45. 8:45. പിന്നെ വിശക്കണില്ല, അതുകൊണ്ട് ഇപ്പൊ വിശക്കണില്ല. ഇനി കഴിക്കാന്ന് വെച്ചു. കാരണം എനിക്ക് ബജ്ജി കഴിച്ചു. ഞാൻ പക്ഷെ ഒരു ബജ്ജി കഴിച്ചോളൂ അല്ലേ? ഞാൻ 2 രണ്ടെണ്ണ മൊത്തം 4 ബജ്ജി വാങ്ങിയത്. ഞാൻ എത്ര കഴിച്ച്? 1:15. ബാക്കി 3/4. അപ്പൊ 2:45 നേട്ടം കഴിച്ചു. കണക്ക് ശരിയാകുന്നില്ലല്ലോ. ഇന്ന് ബീഫാണ് ഞാൻ കഴിക്കണല്ലേ? കഴിക്കില്ല. ബീഫായോണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പുറത്ത് ബജ്ജി എന്തെങ്കിലുമൊക്കെ കഴിച്ചാ കഴിക്കാറില്ല അല്ലേ? അങ്ങനെ അപ്പൊ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്താലോ വീഡിയോ? ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ ഡയമണ്ട് ലൈഫ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത നല്ല വീഡിയോസ് ആയിട്ട് എത്രയും പെട്ടെന്ന് വരും അല്ലേ? യെസ്. ബൈ.